പ്രിയമുള്ളവരെ, സി പി ഐ സാധാരണ ഈ രാഷ്ട്രീയ നിരൂപനയ്ക്ക് വിളിക്കുന്നത് ചേട്ടന്റെ പീഡനത്തിന് ഇരയാകുന്നവർ എന്നാണ്. അതായത് സി ചേട്ടന്റെ, പി പീഡനത്തിന്, ഐ ഇരയാകുന്നവർ എന്നതാണ് അവരുടെ മുഴുവൻ പേര് എന്ന് കളിയാക്കി കേരളത്തിലെ ചില രാഷ്ട്രീയ നിരൂപകരൊക്കെ പറയാറുണ്ട്. അത് യാഥാർത്ഥ്യമാക്കുന്ന ചില നടപടികളാണ് ഇപ്പോൾ നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ട് സി പി എമ്മും പിണറായി വിജയനും ഒക്കെ സി പി ഐക്ക് എതിരെ നടപ്പിലാക്കുന്നത് എന്നൊരു വിശകലനവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം അത് മിക്കപ്പോഴും ഈ പ്രതിപക്ഷ കക്ഷിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പാർട്ടിക്ക് അവകാശപ്പെട്ടതാണ്. യു ഡി എഫ് ആണ് പ്രതിപക്ഷത്തിരിക്കുന്നതെങ്കിൽ മുസ്ലിം ലീഗ് ആയിരിക്കും എപ്പോഴും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കൈകാര്യം ചെയ്യുക. നേരത്തെ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിച്ച് വിജയിച്ചപ്പോൾ എം കെ മുനീറും ഒക്കെ ആയിരുന്നു പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം. അത് എൽ ഡി എഫ് പ്രതിപക്ഷത്താകുകയാണെങ്കിൽ അത് സി പി ഐക്കായിരിക്കും എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതായത് ആ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന മുന്നണിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവാണ് മിക്കപ്പോഴും അത് വഹിക്കുക എന്നതാണ് ഒരു പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം കേരള നിയമസഭാ ഇലക്ഷൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച്. പക്ഷേ ആദ്യമായിട്ട് ആ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ഇപ്പോൾ പ്രതിപക്ഷ നിരയിൽ രണ്ടാം സ്ഥാനത്തുള്ള പാർട്ടിയുടെ നേതാവിന് സി പി എം നിഷേധിക്കുന്നു എന്ന വാർത്താ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നലെ പിണറായി വിജയൻ്റെ ഒരു പ്രസ്താവന പ്രകാരം താനാണ് ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം തീരുമാനിക്കുന്നത്. തൻ്റെ കത്ത് കൊടുക്കുന്നതനുസരിച്ചാണ് പ്രതിപക്ഷ ഉപനേതാവിനെ സ്പീക്കർ തീരുമാനിക്കുന്നത്. താൻ കത്ത് കൊടുക്കുകയാണെങ്കിൽ അത് സി പി എം നേതാവിനെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തേക്ക് ആക്കുന്നതിന് വേണ്ടിയായിരിക്കും. സി പി ഐക്ക് അതിൽ അവകാശപ്പെടാനോ അർഹതപ്പെടാനോ ഒന്നുമില്ല എന്ന രീതിയിൽ പിണറായി വിജയൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നു എന്നത് സി പി ഐ ചൊടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സി പി ഐയുടെയും അതുപോലെ മാധ്യമങ്ങളുടെയും ഒരു പ്രതികരണം എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ട് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ. അതായത് വ്യക്തമായും സി പി എം നേതൃത്വത്തെയോ അല്ലെങ്കിൽ പിണറായി വിജയനോ വീണ വിജയനോ മുഹമ്മദ് റിയാസിനെയോ ഒന്നും ന്യായീകരിക്കാത്ത രീതിയിൽ അദ്ദേഹം രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ എന്ന് ഇ ഡി റെയ്ഡിനെ കുറിച്ച് നിസ്സാരവത്കരിച്ചു പറഞ്ഞത് പിണറായി വിജയനെയും സി പി എമ്മിനെയും ചൊടിപ്പിച്ചിട്ടുണ്ടായേക്കാം എന്ന ഒരു രാഷ്ട്രീയ വിശകലനമാണ് പുറത്തു വരുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സി പി ഐക്ക് നിഷേധിക്കുന്നത് എന്ന ഒരു ചർച്ചയും നടക്കുന്നുണ്ട്. എൽ ഡി എഫിനെ സംബന്ധിച്ച് അതിലെ മിക്ക ഘടകകക്ഷികളും സംപൂജ്യരാണ്. ഏകദേശം മത്സരിച്ച എല്ലാ സീറ്റിലും പരാജയപ്പെട്ടിട്ടുണ്ട്. കേരള കോൺഗ്രസ്, എൻ സി പി, ജനതാദൾ, കോൺഗ്രസ് എസ് മുതലായ എല്ലാ പാർട്ടികളും 0 സീറ്റുമായിട്ടാണ് നിൽക്കുന്നത്. അവിടെ സീറ്റുകൾ ആകെയുള്ളത് സി പി എമ്മിനും സി പി ഐക്കും പിന്നെ ആർ ജെ ഡിക്ക് എങ്ങനെയോ ജയിച്ച ഒറ്റ സീറ്റുമുണ്ട്. അങ്ങനെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം പിന്നെ കൊടുക്കാൻ പറ്റുന്നത് സി പി ഐക്ക് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അത് നിഷേധിക്കുന്നുണ്ട് എന്നത് വലിയ ചർച്ചയാകുന്നുണ്ട്. സി പി ഐ സംബന്ധിച്ച് അവർ ഒരുപക്ഷെ ഒരു പ്രത്യേക ബ്ലോക്കായി ഇരിക്കും ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. ഒപ്പം അവർ സി പി എമ്മുമായി ബന്ധപ്പെട്ട സമരങ്ങളിലൊന്നും പങ്കെടുക്കില്ല എന്ന ഒരു വിശദീകരണവും സി പി ഐ നേതാക്കന്മാരുടെ ഇടയിൽ നിന്നുണ്ട്. സി പി ഐ സംബന്ധിച്ച് കോൺഗ്രസ് അവർക്ക് തൊട്ടുകൂടാത്ത ഒരു പാർട്ടിയല്ല. കോൺഗ്രസുമായിട്ട് ചില സംസ്ഥാനങ്ങളിലൊക്കെയും അവർ മത്സരിക്കുന്നുണ്ട്. തെലങ്കാനയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ അവർ അവിടെ കോൺഗ്രസിനോടൊപ്പമാണ്. കോൺഗ്രസിനോടൊപ്പം നിന്ന് അവർക്ക് നിയമസഭയിൽ MLA ഉണ്ട്. ആന്ധ്രാപ്രദേശിലും കോൺഗ്രസിനോടൊപ്പമാണ്. നേരത്തെയും അവർ കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു, കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായിരുന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതായത് സി പി ഐയെ സംബന്ധിച്ച് ഒരുപക്ഷെ സി പി ഐയുടെ രാഷ്ട്രീയ ചരിത്രം എടുക്കുകയാണെങ്കിൽ അവർക്ക് കോൺഗ്രസിനോടൊപ്പം നിന്നപ്പോഴാണ് കൂടുതൽ രാഷ്ട്രീയ പരിഗണന ലഭിച്ചിട്ടുള്ളത്. അവരുടെ 2 മുഖ്യമന്ത്രിമാർ പി കെ വി ആകട്ടെ, പി കെ വാസുദേവൻ നായരാകട്ടെ, അതുപോലെ സി അച്യുതമേനോനാകട്ടെ, രണ്ടുപേരും കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായിട്ട് യു ഡി എഫിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി ആയിട്ടുള്ളതെന്നൊരു പ്രത്യേകതയുണ്ട്. അതിൽ 1977 കണക്കൊക്കെ എടുക്കുകയാണെങ്കിൽ കോൺഗ്രസിന് 38 സീറ്റുണ്ടായിരുന്നു, സി പി ഐക്ക് 23 സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് കോൺഗ്രസിനേക്കാൾ സീറ്റ് കുറവായിരുന്നു സി പി ഐക്കെങ്കിലും സി പി ഐയെ മുഖ്യമന്ത്രിയാകുവാൻ കോൺഗ്രസ് അനുവദിക്കുകയായിരുന്നു. അതായത് കോൺഗ്രസിനോടൊപ്പം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ യു ഡി എഫിനോടൊപ്പം നിൽക്കുമ്പോൾ അവർക്ക് രാഷ്ട്രീയ പരിഗണനയും മാന്യതയും ഒക്കെ ലഭിച്ചിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യം മിക്കപ്പോഴും സി പി ഐ നേതാക്കന്മാർ തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സി പി ഐ ഒരിക്കൽ കൂടി യു ഡി എഫിൻ്റെ ഭാഗമാകുമോ എന്ന ഒരു രാഷ്ട്രീയ ചർച്ചയും നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ സി പി ഐ സംബന്ധിച്ച് അതിന് തടസ്സമായി നിൽക്കുന്നത് സി പി എം ഉപേക്ഷിച്ച് സി പി ഐ യു ഡി എഫിൻ്റെ ഭാഗമായാൽ പഴയ കാലത്തെ ഒരു പ്രതാപം, യു ഡി എഫിൽ സി പി ഐ ഉണ്ടായിരുന്ന കാലത്തെ ഒരു പ്രതാപം ഒരുപക്ഷെ സി പി ഐക്ക് കിട്ടില്ല. കാരണം ആ പ്രസ്ഥാനം ഏകദേശം ക്ഷയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കൊല്ലത്തെയും തൃശ്ശൂരിലെയും ചില പോക്കറ്റുകളിൽ മാത്രമായി സി പി ഐ ഒതുങ്ങുന്നുണ്ട്. പ്രത്യേകിച്ചും സ്വരാജിൻ്റെയൊക്കെ ഒരു പ്രസ്താവന നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വായിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് സി പി ഐ നേതാക്കന്മാരെ കാണാൻ പോലും കിട്ടുന്നില്ല, സി പി ഐയുടെ അണികളെ അദ്ദേഹം എവിടെയൊക്കെയോ പോയപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യ വർഷങ്ങൾ സി പി ഐയുടെ പ്രവർത്തകരെ കാണുവാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന രീതിയിൽ സ്വരാജിൻ്റെയൊക്കെ പ്രസ്താവന ഉണ്ടായിരുന്നു. സി പി ഐ നേതാക്കന്മാരുടെ പാർട്ടിയാണ്, അതിൽ പ്രവർത്തകരില്ല എന്ന വിമർശനങ്ങളൊക്കെ
ഉണ്ടാകുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. CPയെ സംബന്ധിച്ച് ആദർശപരമായ ഒരു കുറച്ചുകൂടി ഇടതുപക്ഷ സ്വഭാവം വെച്ചു പുലർത്തുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ചും മൂല്യച്യുതികളും വ്യതിചലനങ്ങളൊന്നും ഇല്ലാതെ അവരവരുടെ കമ്മ്യൂണിസ്റ്റ് ആദർശവുമായി മുന്നോട്ട് പോകുന്നു എന്നൊരു പ്രത്യേകത ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കേരളത്തിൽ ഒരു പ്രത്യേക ആദർശ പരിശുദ്ധിയോടുകൂടി ജനങ്ങൾ വീക്ഷിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. പക്ഷേ ഈ അവസരത്തിൽ CPI എന്ത് നിലപാടെടുക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പ്രത്യേകിച്ചും സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം അദ്ദേഹം കുറച്ചുകൂടി ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നു. നേരത്തെയും CPMഉം തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് CPIക്ക് ചില സീറ്റുകൾ തിരുവനന്തപുരവും പോലുള്ള ചില സീറ്റുകൾ CPM തിരിച്ചെടുക്കുന്നു എന്ന രീതിയിൽ ചില ചർച്ചകൾ നടന്നപ്പോൾ CPMൻ്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ അന്ന് വളരെ വ്യക്തമായി തന്നെ CPI അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയതാണ്. അന്ന് അവർ പറഞ്ഞത് ആ സീറ്റ് അവർക്ക് ലഭിച്ചില്ലെങ്കിൽ തിരുവനന്തപുരം അവർക്ക് നിലനിർത്തി കൊടുത്തില്ല എങ്കിൽ അവരൊരുപക്ഷെ UDFൻ്റെ ഭാഗമാകും എന്ന് ഉറച്ച നിലപാടെടുത്തു. അങ്ങനെ CPMന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു എന്നതും ചർച്ചയാണ്. അതായത് ഒരുപക്ഷെ CPI തങ്ങൾ UDFൻ്റെ ഭാഗം ആകും എന്ന് ഉറപ്പിച്ചു പറഞ്ഞാൽ ഒരുപക്ഷെ CPIക്ക് വേണ്ടി പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വിട്ടുകൊടുക്കുവാനുള്ള സാധ്യതകളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അന്ന് വെളിയം ഭാർഗവനായിരുന്നു CPIയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന ഒരു കാര്യം കൂടിയുണ്ട്. വെളിയം ഭാർഗവൻ കുറച്ചുകൂടി പ്രായോഗിക ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. പക്ഷേ നമ്മൾ ബിനോയ് വിശ്വത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ബുദ്ധിജീവിയാണ്. അദ്ദേഹം എത്രത്തോളം ഈ പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു ഇടതുപക്ഷ ഐക്യമൊക്കെ പറഞ്ഞ് അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്ത് CPM-നൊപ്പം നിൽക്കുവാനാണോ സാധ്യത എന്ന ചർച്ചയും ഉയരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ CPയെ സംബന്ധിച്ച് ഒരു പക്ഷേ രാഷ്ട്രീയ ആത്മഹത്യ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. CPM-നെ സംബന്ധിച്ച് ഓരോ പ്രാവശ്യവും അവർ ഘടകകക്ഷികളുടെ സീറ്റുകളൊക്കെയും കവർന്നെടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അപചയങ്ങളൊക്കെ ആ പാർട്ടിക്ക് സംഭവിക്കുകയാണെങ്കിൽ, പിളർപ്പുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന കൊല്ലം ലോക്സഭാ സീറ്റ് RSPയിൽ നിന്ന് പിടിച്ചെടുത്തു. കോഴിക്കോട് ജനതാദളിലെ ലോക്സഭാ സീറ്റായിരുന്നു. നിയമസഭാ സീറ്റുകളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ പോലും മിക്കപ്പോഴും ഘടകകക്ഷികൾ മത്സരിക്കുന്ന സീറ്റുകളൊക്കെ CPM ഒന്നോ രണ്ടോ പ്രാവശ്യം ആ ഘടകകക്ഷികൾ ആ സീറ്റുകൾ പരാജയപ്പെട്ടാൽ ഏറ്റെടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. CPയെ സംബന്ധിച്ച് ആകെ 2 ലോക്സഭാ അംഗങ്ങളാണ് അവർക്കുള്ളത്. രണ്ടും അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തമിഴ്നാട്ടിൽ നിന്ന് നേടിയതാണ് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതായത് കോൺഗ്രസും DMKയും ഒക്കെ ഉൾപ്പെടുന്ന ആ മുന്നണിയുടെ ഭാഗമായിട്ടാണ് അവർ സീറ്റുകൾ നേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനോടൊപ്പം ചേർന്നു പോകുവാൻ ഇപ്പോൾ പ്രായോഗികമായ തടസ്സങ്ങളൊന്നുമില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അഖിലേന്ത്യാ തലത്തിൽ CPMഉം CPIയും ഒക്കെ എന്ന ഒരു രാഷ്ട്രീയം കൂടി നമ്മൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും CPI കടുത്ത നിലപാടിലേക്ക് പോകുവാനുള്ള സാധ്യതകൾ വിശദീകരിക്കപ്പെടുന്നുണ്ട്, വിശകലനം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പാണ് ഏറ്റവും പ്രാധാന്യം. കുറച്ചുകൂടി തീവ്രമായ കടുത്ത കമ്മ്യൂണിസ്റ്റ് നിലപാടുകൾ സ്വീകരിച്ചിരുന്ന RSP പോലും UDFൻ്റെ ഭാഗമായി അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി, അല്ലെങ്കിൽ ഒരുപക്ഷെ ആ പ്രസ്ഥാനം സംസ്ഥാനത്ത് നിന്ന് തന്നെ ഇല്ലാതാകുമായിരുന്നു. കാരണം ബംഗാളിലൊക്കെ ശക്തമായ പ്രസ്ഥാനമായിരുന്നു RSP എങ്കിലും പിന്നീട് ബംഗാളിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വ്യതിചലനം സംഭവിച്ചതോടുകൂടി RSP ഇല്ലാതായി. അവർ വളരെ പ്രായോഗികമായൊരു തീരുമാനം എടുത്തു, UDFനോടൊപ്പം നിൽക്കണമെന്ന്. അതുപോലെ CPIയും പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.